ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് ഞങ്ങൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? പറ, എന്തുണ്ടാക്കാൻ പോകുന്നത്? അമ്മച്ചി എന്താ ഉണ്ടാക്കി തരാൻ പോകുന്നത്? ബെഡല്ല, അമ്മച്ചി എന്താ ചിക്കൻ വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞങ്ങളുടെ വീഡിയോസിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ വീഡിയോയിലേക്ക് പോവാ. അപ്പൊ ഇത് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോന്നെ? പറ, എന്താ ഉണ്ടാക്കാൻ പോന്നെ? ചിക്കൻ വെച്ച് ചിക്കൻ വെച്ചൊരു സ്നാക്ക്. ചിക്കൻ വെച്ചൊരു അടിപൊളി സ്നാക്ക്. എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ വെച്ച് സ്നാക്ക്. അടിപൊളി സാധനമാണ്, പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു സ്നാക്കാണ്. ഓക്കെ, അപ്പൊ നമുക്കിത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ഇതിന് വേണ്ടിട്ട് എന്തുവാ? നമ്മൾ ആദ്യം കുറച്ച് ബ്രെഡ് എടുക്കുക. ഓക്കെ, അത് സൈഡെല്ലാം കളഞ്ഞിട്ട് അത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക നന്നായി. ഓക്കെ, അപ്പം നമുക്ക് ബ്രെഡിൻ്റെ അരികെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ആ ഒരു ആ ഒരു പോർഷൻ മാത്രം മതി നമുക്ക്. അപ്പം നമുക്ക് ആവശ്യം വേണ്ടുന്ന ബ്രെഡ് നമുക്ക് എടുക്കാം. നമ്മൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ച് വേണം നമ്മൾ ബ്രെഡ് എടുക്കാൻ. നമ്മളിവിടെ കുറച്ച് ചിക്കനെ എടുക്കുന്നുള്ളൂ, അതുകൊണ്ട് കുറച്ച് ബ്രെഡേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ബ്രെഡ് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. അപ്പം നമ്മുടെ ഈ ഇരിക്കുന്ന എത്ര ചിക്കനാണോ അതനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ നമ്മൾ ബ്രെഡ് എടുക്കണം. അപ്പം നോക്കി, ഏകദേശം കണ്ട് ഈ ഒരു അളവിലാണ് ഇനി ഞാൻ എടുത്തത്. ഇനി ഇതിനകത്തുനിന്ന് ഞാൻ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്, നമുക്കത് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ചെടുത്ത് നമുക്ക് മാറ്റി വെക്കാം. ഏകദേശം ഒരു ഇത്ര എടുത്ത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്കിനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ എല്ലില്ലാത്ത ചിക്കൻ എടുക്കുക. ചിക്കൻ എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കനാണ്. ഏകദേശം ഒരു 1/4 കിലോ എങ്ങാനേ കാണുള്ളൂ. അപ്പം അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് വറ്റൽ മുളകൊക്കെ ഇടാം, പക്ഷെ ഇത് നമ്മൾ ഇടുന്നില്ല. ഇനി ഞാൻ ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരുപാട് സ്പൈസി ഒക്കെ വേണ്ടുന്നവർക്ക് വറ്റൽ മുളകൊക്കെ നന്നായിട്ട് ഇടാം, പക്ഷേ ഇതിപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് വറ്റൽ മുളകൊന്നും അധികം ഇടുന്നില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത് ഗരം മസാലയാണ്. ഒരു ടേബിൾ സ്പൂണോളം ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മിക്സിയിൽ നന്നായിട്ടൊന്ന് ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് നമുക്ക് അരച്ചെടുക്കാം. സോയാ സോസ് ഉണ്ടെങ്കിൽ സോയാ സോസും കൂടെ ചേർക്കുന്നത് നല്ലതായി. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സോയാ സോസ് ചേർത്തില്ല. അപ്പോൾ നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കുമ്പോൾ തന്നെ ഏകദേശം ഈ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്കിത് അവിടെ മാറ്റി വെക്കാം. ഇനി ഒരു ബൗൾ എടുക്കുക. അതിനകത്ത് നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഈ മുട്ടയിൽ ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലതുപോലെ എന്ത് ചെയ്യുക, ബീറ്റ് ചെയ്തെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ എന്തായാലും ഉറപ്പായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ നമ്മൾ നേരത്തെ എന്താ പറയുക, മിക്സി ആട്ടി വെച്ചിരുന്ന നമ്മുടെ ടെക്സ്ചർ, അതായത് നമ്മുടെ ചിക്കനും ബ്രെഡും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന അത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റി ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ അല്പം ഓയിൽ പുരട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. ഒന്ന് റൗണ്ടായിട്ടോ സ്ക്വയറായിട്ടോ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിതൊന്ന് ആക്കിയെടുക്കാം. അപ്പോൾ കയ്യിൽ എണ്ണ തടവണം, അത് മറക്കരുത്. എണ്ണയോ നെയ്യോ എന്തെങ്കിലും തടവിയാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ തൊട്ടി പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് തടവിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ നമുക്ക് ഈ ഒരു സംഭവം നമുക്ക് റെഡിയാക്കിയെടുക്കാം.
നമ്മൾ നോർമലി ചെയ്യുന്ന കണക്ക് നമ്മൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്ന കണക്ക് നമ്മളൊരു ഇതിലെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, മുട്ടയിൽ ഇങ്ങോട്ട് ഡിപ്പ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാം. സൂപ്പർ ടേസ്റ്റാണ്. എസ്പെഷ്യലി കുട്ടികൾക്കാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം നമ്മൾ ഇതിനകത്ത് അധികം എരിവും കാര്യങ്ങളും ഒന്നും ചേർക്കുന്നില്ല. അപ്പം കൂടുതലും ഇത് കുട്ടികൾക്കാണ് ഇഷ്ടപ്പെടുന്നത്. ഇവിടുത്തെ പിള്ളേർ പറഞ്ഞിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് തന്നെ. അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. എസ്പെഷ്യലി ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ്. നമുക്കെന്ന് വെച്ചാൽ കുറച്ചുകൂടി എരിവും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇതിനകത്ത് നമുക്ക് കുറച്ച് എരിവും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടെടുത്താലും നമുക്ക് കുറച്ചും കൂടെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പക്ഷേ എസ്പെഷ്യലി ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്നാക്ക് തന്നെയാണ്. അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കായിരിക്കും. അപ്പം നമുക്കിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഡെഫിനറ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്ര നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അങ്ങനെ ഞാനിപ്പോൾ താണ്ടെ ഒരു സംഭവം അങ്ങനെ ആക്കി എടുത്തു. അങ്ങനെ ബാക്കിയുള്ള എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു ഇരുമ്പ് ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഈ തീ നമുക്ക് നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇല്ലയെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് കയറി കരിയും. കാരണം ബ്രെഡ് ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് കയറി കരിയും. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പീസ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് തിരിച്ചിടാവുന്നില്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് വേണം ഇതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. കാരണം അത് നേരത്തെ പറഞ്ഞതുപോലെ ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കയറി കരിഞ്ഞ് കളയും. സോ നമ്മുടെ അകത്ത് ഇരിക്കുന്ന സംഭവം വേണമെന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഏകദേശം നല്ല ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കൊന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ വെച്ചൊരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിൽ ആവുമ്പോഴാണ് നമ്മളിത് എന്താ പറയുക വറുത്ത് കോരി എടുക്കേണ്ടത്. ഇപ്പോൾ ഏകദേശം ഒരു പരുവമായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ആ ഒരു കളറെല്ലാം ചേഞ്ച് ആയി നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് നമുക്ക് വറുത്ത് കോരി എടുക്കാം. ചിക്കൻ സ്നാക്ക് ശരിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്ക് എല്ലാം ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണ്.
അപ്പം ഞങ്ങളുടെ ഈ ഒരു അടിപൊളി സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ഞങ്ങളുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.